ഇന്ത്യയിൽ എക്കാലത്തും കുപ്രസിദ്ധരായ നിരവധി കൊള്ളക്കാരുടെ ചരിത്രമുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. അയാൾ 20 വർഷത്തോളം തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാടുകളിൽ സൃഷ്ടിച്ച ഭീകരാവസ്ഥ എത്രത്തോളമാണെന്നാൽ അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഭയന്ന് വിറച്ചിരുന്നു. അയാൾ എത്രത്തോളം ക്രൂരനും അപകടകാരിയുമായിരുന്നു എന്നാൽ 2 സംസ്ഥാന സർക്കാരുകൾക്ക് അയാളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നിരുന്നു എന്നതോർക്കുമ്പോൾ മനസ്സിലാകും. വെറും 10 വയസ്സുള്ളപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കടന്ന അയാൾ പിന്നീട് എത്രത്തോളം ജനപ്രിയനായി മാറിയെന്നാൽ ആനക്കൊമ്പും ചന്ദനമരവും കൊള്ളയടിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം ദരിദ്രരെയും സഹായിച്ചിരുന്നു. ചിലർ അയാളെ റോബിൻഹുഡ് എന്ന് വിളിച്ചപ്പോൾ മറ്റു ചിലർ അയാളെ രാക്ഷസൻ എന്ന് വിളിച്ചു. തൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അയാൾ ഏകദേശം 184 പേരെ കൊലപ്പെടുത്തി. അതിൽ പകുതിയിലധികവും ഫോറസ്റ്റ് ഗാർഡുകളും പോലീസുകാരുമായിരുന്നു. ഇതുകൂടാതെ 2000-ഓളം ആനകളെ അയാൾ ക്രൂരമായി കൊന്നൊടുക്കുകയും തൻ്റെ എല്ലാ എതിരാളികളെയും ഇല്ലാതാക്കുകയും ചെയ്തു. ആനക്കൊമ്പ് കടത്ത് മുതൽ ചന്ദനമരം കള്ളക്കടത്ത് വരെ നടത്തി അയാൾ അളവറ്റ പണം സമ്പാദിച്ചു. പിന്നീട് തൻ്റെ സാമ്രാജ്യം ആളുകളെ തട്ടിക്കൊണ്ടുപോകലിലേക്ക് വരെ അയാൾ വ്യാപിപ്പിച്ചു. ക്രൂരതയ്ക്ക് പേരുകെട്ട വീരപ്പൻ്റെ വിനോദങ്ങളും തികച്ചും വിചിത്രമായിരുന്നു. ഭയാനകമായി കാണപ്പെടുന്നതിനായി അയാൾ വലിയ കപ്പട മീശ വളർത്തുക മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ തല അറുത്തെടുത്ത് ഫുട്ബോൾ വരെ കളിക്കുകയും ചെയ്തിരുന്നു. കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ അയാൾ തട്ടിക്കൊണ്ടുപോയ ഒരു സമയമുണ്ടായിരുന്നു. പിന്നീട് കർണാടക മുൻ മന്ത്രി നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയി പട്ടാപ്പകൽ കൊലപ്പെടുത്തിയത് ഇന്ത്യ ഒട്ടാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അയാളുടെ ഈ ക്രൂരതകൾ സഹിക്കവയ്യാതെ അയാളെ പിടികൂടുന്നവർക്ക് കർണാടക തമിഴ്നാട് സർക്കാരുകൾ 5 കോടി രൂപയുടെ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു. എന്നിട്ടും വീരപ്പനെ പിടികൂടാനായി 20 വർഷത്തിനുള്ളിൽ 220 കോടി രൂപ ചെലവഴിച്ചിട്ടും പോലീസിന് അയാളെ ഒരിക്കലും ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ല. ലോകമെമ്പാടും കുറ്റകൃത്യങ്ങളുടെ അത്തരമൊരു ഭീകരത സൃഷ്ടിച്ച, മരണസമയത്ത് വിദേശ മാധ്യമങ്ങൾ പോലും ഒരു രാക്ഷസന്റെ മരണം എന്നർത്ഥം വരുന്ന ഡെത്ത് ഓഫ് ഡീമൺ എന്ന് തലക്കെട്ട് നൽകിയ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ കുസേ മുനിസ്വാമി വീരപ്പൻ്റെ കഥയാണ് നമ്മളിന്ന് ഈ ടെലിഹൗസിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1952 ജനുവരി 18 കർണാടകയിലെ ഗോപിനാഥൻ ഗ്രാമത്തിലുള്ള ഒരു തമിഴ് കുടുംബത്തിലാണ് കുസേ മുനിസ്വാമി വീരപ്പൻ ജനിച്ചത്. വീരപ്പൻ്റെ മാതാപിതാക്കൾ ആടുമാടുകളെ മേയ്ക്കുന്ന തൊഴിലാളികളായിരുന്നു. അതിനാൽ കുട്ടിക്കാലം മുതൽക്കേ തന്നെ കാടുമായി അവന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സാലവിയ ഗൗണ്ടർ അല്ലെങ്കിൽ സേവി ഗൗണ്ടർ എന്ന് വിളിപ്പേരുള്ള കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ അവൻ്റെ സ്വന്തം പിതാവിൻ്റെ സഹോദരനുമായി വലിയ സ്വാധീനം വീരപ്പനുണ്ടായിരുന്നു. അതിനാൽ കുട്ടിക്കാലം മുതൽക്കേ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് വീരപ്പൻ വളർന്നത്. പിതാവിൻ്റെ സഹോദരൻ സേവി ഗൗണ്ടറിന് ചുറ്റുമുള്ള കാടുകളിലുണ്ടായിരുന്ന സ്വാധീനം കാരണം ക്രമേണ വീരപ്പനും നിരവധി വേട്ടക്കാരുടെ സംഘങ്ങളുമായി ചങ്ങാത്തത്തിലായി. കാട്ടിൽ പോകുമ്പോഴെല്ലാം വേട്ടക്കാർ ആനകളെ വേട്ടയാടുന്നത് അവൻ വളരെ ശ്രദ്ധയോടെ നോക്കി കാണാറുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ആനകളെ വേട്ടയാടുന്നതിലും അതിലൂടെ പണം സമ്പാദിക്കുന്നതിലും വീരപ്പനും ആകൃഷ്ടനായി. അന്നത്തെ പ്രശസ്ത ആനക്കൊമ്പ് കടത്തുകാരനായ മലയൂർ മമ്പട്ടിയാനിൽ വീരപ്പൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ തോക്ക് ഉപയോഗിക്കാൻ പരിശീലനവും നേടിത്തുടങ്ങി. ആ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ കാടുകളിൽ ആനകളെ വേട്ടയാടുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. ആനകളെ കൊന്ന് അവരുടെ കൊമ്പുകൾ വലിയ വിലയ്ക്ക് വിൽക്കുമായിരുന്നു. വെറും 10 വയസ്സുള്ളപ്പോൾ തന്നെ വീരപ്പനും വേട്ടയാടലിനായി രംഗത്തിറങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ജോലിയിൽ അവൻ എത്രത്തോളം വൈദഗ്ധ്യം നേടിയെന്നാൽ അന്നത്തെ കൊള്ളക്കാരുടെ ഇടയിൽ ഏറ്റവും മികച്ച ഷൂട്ടർമാരുടെ പട്ടികയിൽ അവൻ്റെ പേരും ഉൾപ്പെടാൻ തുടങ്ങി. നിരവധി ആനകളെ കൊന്നൊടുക്കിയ ശേഷം തൻ്റെ 17ാമത്തെ വയസ്സിൽ അവൻ മനുഷ്യരെയും കൊലപ്പെടുത്താൻ തുടങ്ങി. കാട്ടിനുള്ളിൽ വച്ച് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. ആദ്യ കാലഘട്ടത്തിൽ അവൻ തൻ്റെ പിതാവിൻ്റെ സഹോദരൻ സാലവൈ ഗൗണ്ടറിന് വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വലിയൊരു പേര് സമ്പാദിക്കണമെന്ന ആഗ്രഹത്താൽ അവൻ അദ്ദേഹത്തിൽ നിന്ന് മാറി വെറും 18ാമത്തെ വയസ്സിൽ മറ്റൊരു വേട്ടക്കാരുടെ സംഘത്തിൽ ചേർന്ന് അവൻ പതുക്കെ പതുക്കെ തൻ്റെ സ്വാധീനവും വർദ്ധിപ്പിക്കാൻ തുടങ്ങി.
ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവൻ ആ സംഘത്തിൽ എത്രത്തോളം പിടിമുറുക്കി എന്നാൽ എല്ലാ കാര്യങ്ങളും സംഘത്തലവന് പകരം അവൻ തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. വീരപ്പൻ കാട്ടിനുള്ളിൽ തൻ്റെ കള്ളക്കടത്തിൻ്റെ സ്വാധീനവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടെ അവൻ വേഗത്തിൽ വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടാനും തുടങ്ങി. കാട്ടിൽ നേരത്തെ തന്നെ വേരുറപ്പിച്ച പഴയ കള്ളക്കടത്തുകാരെക്കാൾ വീരപ്പൻ മുന്നേറാൻ തുടങ്ങിയിരുന്നതിനാൽ കഴിയുന്നതും വേഗം വീരപ്പനെ തങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റാൻ അവർ തീരുമാനിച്ചു. പിന്നീട് വീരപ്പൻ ഏതെങ്കിലും ഇടപാട് നടത്തുമ്പോഴെല്ലാം അതിൻ്റെ വിവരം പോലീസിന് ലഭിക്കുകയും ഇടപാട് പാതുവഴിയിൽ ഉപേക്ഷിച്ച് അവന് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരികയും ചെയ്തു. പോലീസിന് ഈ വിവരങ്ങളെല്ലാം നൽകിയിരുന്നത് അവൻ്റെ എതിരാളികളായിരുന്ന മറ്റ് കള്ളക്കടത്ത് സംഘങ്ങളായിരുന്നു. ഇതുമൂലം അവൻ്റെ സമ്പത്തും പ്രശസ്തിയും അതിവേഗം ഇടിയാൻ തുടങ്ങി. തൻ്റെ പ്രശസ്തി നഷ്ടപ്പെടുന്നത് വീരപ്പൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ തൻ്റെ ഇടപാടുകളെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം നൽകുന്നവരെ അവൻ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി. ഇതിനുശേഷം തനിക്ക് തടസ്സമായി വരുന്ന ഫോറസ്റ്റ് ഗാർഡുകളെയും അവൻ കൊല്ലാൻ തുടങ്ങി. ഇതോടെ അവൻ്റെ ആധിപത്യം കാടുകളിൽ നിന്നും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. പിന്നെ വീരപ്പന് കാട്ടിൽ തൻ്റെ സ്വന്തം ഭരണവും സാമ്രാജ്യവും സ്ഥാപിക്കണം എന്നായി. അതിനാൽ അവൻ കാട്ടിലെ മറ്റെല്ലാ കള്ളക്കടത്ത് സംഘങ്ങളെയും ഓരോന്നായി ഇല്ലാതാക്കാൻ തുടങ്ങി. ആളുകളുടെ രക്തം കൊണ്ട് അവൻ സ്വയം കൈകൾ ചുവപ്പിക്കും തോറും അയൽ സംസ്ഥാനങ്ങളിലെ കാടുകളിലേക്കും അവൻ്റെ സ്വാധീനവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാടുകളുടെ ഓരോ കോണും വീരപ്പൻ്റെ നിയന്ത്രണത്തിലായി. ഈ കാലയളവിൽ അവൻ തൻ്റെ സംഘത്തിൽ 100ഓളം പേരെ ചേർത്തിരുന്നു. ആനകളെ കൊല്ലാനായി അവൻ ഏതെങ്കിലും ജലാശയത്തിനടുത്ത് ദിവസങ്ങളോളം കാവൽ നിൽക്കുമായിരുന്നു. ദാഹം തീർക്കാൻ ഏതെങ്കിലും ആന അവിടെ എത്തുമ്പോൾ തന്നെ വീരപ്പൻ നേരിട്ട് ആനയുടെ തലയുടെ നടുവിലേക്ക് വെടിയുതിർത്ത് അതിനെ കൊല്ലുമായിരുന്നു. തൻ്റെ ഈ പ്രവൃത്തികൾക്ക് തടസ്സം നിന്ന എല്ലാവരെയും അവൻ കൊലപ്പെടുത്തി. അതിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിവരങ്ങൾ നൽകുന്നവരുമായിരുന്നു. ആനക്കൊമ്പ് കച്ചവടത്തിൽ നിന്ന് വീരപ്പൻ ധാരാളം പണം സമ്പാദിച്ചു. എന്നാൽ ഈ വരുമാനത്തിനായി അവൻ 2000ഓളം ആനകളെ കൊന്നൊടുക്കിയിരുന്നു. ഇതുമൂലം കാടുകളിൽ ആനകളുടെ എണ്ണം കുറയുന്നത് സർക്കാരിനൊരു തലവേദനയായി മാറിക്കൊണ്ടിരുന്നു. അതിനാൽ തമിഴ്നാട് കർണാടക സർക്കാരുകൾ കാടിനുള്ളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിംഗ് ശക്തമാക്കുകയും ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കുകയും ചെയ്തു. ആനകളുടെ എണ്ണം കുറഞ്ഞതും സർക്കാരിൻ്റെ ഈ നടപടിയും കാരണം വീരപ്പൻ്റെ ബിസിനസ് തകരാൻ തുടങ്ങി. അതിനാൽ അവൻ ആനക്കൊമ്പ് കടത്തുപേക്ഷിച്ച് ചന്ദനമരം കള്ളക്കടത്ത് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ജീവിതകാലത്ത് അയാൾ ഏകദേശം 10,000 ടൺ ചന്ദനമരങ്ങൾ മുറിച്ച് വിറ്റിരുന്നു. അക്കാലത്ത് ഇതിന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതായിരുന്നു. ഇന്ത്യയിൽ ചന്ദനമരം മുറിക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധവും കുറ്റകരവുമാണ്. ചന്ദനമരങ്ങളുടെ ക്രയവിക്രയം അത് സർക്കാരിന് മാത്രമാണ് അവകാശമുള്ളത്. എന്നാൽ വീരപ്പൻ ഇത് തൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുകയും നിർബാധം കള്ളക്കടത്ത് നടത്തുകയും ചെയ്തിരുന്നു. വർഷങ്ങളോളം ശ്രമിച്ചിട്ടും കർണാടക തമിഴ്നാട് സർക്കാരുകൾക്ക് ഈ വനം കൊള്ള തടയാനോ വീരപ്പനെ പിടികൂടാനോ കഴിഞ്ഞില്ല. ഈ ഫോറസ്റ്റ് ഓഫീസർമാരും വീരപ്പനെ പിടികൂടാൻ പോയെങ്കിലും അവർ വീരപ്പൻ്റെ കൈകളാൽ തന്നെ കൊല്ലപ്പെട്ടു. അതിനാൽ തന്നെ ജോലിയിൽ വൈദഗ്ധ്യമുള്ളതും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥനെ കർണാടക സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു IFS ഉദ്യോഗസ്ഥനായിരുന്നു P. ശ്രീനിവാസ്. 1983 കർണാടക സർക്കാർ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുകയും കർണാടകയിലെ ചാമരാജനഗറിൽ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായി നിയമിക്കുകയും ചെയ്തു. ഈ പ്രദേശം മുഴുവൻ വീരപ്പൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഓരോ ദിവസവും അയാളുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനാൽ വീരപ്പനെ പിടികൂടുന്നതിനായി P. ശ്രീനിവാസ് ഈ പ്രദേശത്ത് തൻ്റെ സ്വന്തം ശൃംഖല ഉണ്ടാക്കാൻ തുടങ്ങി. 3 വർഷത്തെ കഠിനാധ്വാനത്തിനും നിരവധി ശ്രമങ്ങൾക്കും ശേഷം 1986 ബാംഗ്ലൂരിൽ നടന്ന സാർക്ക് ഉച്ചകോടിക്കിടെ അദ്ദേഹം ഒടുവിൽ വീരപ്പനെ പിടികൂടി. ചോദ്യം ചെയ്യുന്നതിനായി വീരപ്പനെ ബുദ്ധിക്കപ്പട ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് ദിവസങ്ങളോളം അയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ വീരപ്പൻ്റെ നിരവധി ഒളിത്താവളങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും മോഷ്ടിക്കപ്പെട്ട ചന്ദനത്തടികളുടെ നിരവധി കെട്ടുകൾ കണ്ടെടുക്കുകയും ചെയ്തു. ഒരു ദിവസം P. ശ്രീനിവാസ് ഇത്തരമൊരു റെയ്ഡിനായി പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വീരപ്പന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ അവസരം ലഭിച്ചു. പോലീസിനെ വെട്ടിച്ച് അയാൾ എങ്ങനെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം 1987 ചിദംബരം എന്ന ഫോറസ്റ്റ് ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയതോടെ വീരപ്പൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു.
വീരപ്പൻ രക്ഷപ്പെട്ടതിൽ ഇതിനകം തന്നെ കടുത്ത നിരാശയിലായിരുന്നു പി ശ്രീനിവാസ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം കൂടുതൽ കരുത്തോടെ വീരപ്പനെ വീണ്ടും പിടികൂടാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം മുഴുകി. ഇത്തവണ വീരപ്പൻ്റെ ഗ്രാമമായ ഗോപിനാഥത്തിലായിരുന്നു പി ശ്രീനിവാസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ ഗ്രാമത്തിൽ പോലീസ് മുമ്പും ധാരാളം അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അന്നൊക്കെ വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോലീസ് നാട്ടുകാരെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. ആരെങ്കിലും ഒരാളെ ചെറിയ തോതിലെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ചുകൊണ്ടുപോയി ആഴ്ചകളോളം ജയിലിലടക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ഇലക്ട്രിക് ഷോക്ക് വരെ നൽകുകയും ചെയ്യുമായിരുന്നു. ഗോപിനാഥ എന്ന ഗ്രാമത്തിനു പുറമെ വീരപ്പന് ചെറിയൊരു സ്വാധീനമെങ്കിലുമുള്ള എല്ലാ ഗ്രാമങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എന്നാൽ പി ശ്രീനിവാസ് വളരെ വ്യത്യസ്തവും തന്ത്രപരവുമായിട്ടായിരുന്നു ഇവിടെ ഇടപെട്ടത്. പോലീസിൻ്റെ അത്തരം കർക്കശ മാർഗങ്ങളൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല. മറിച്ച് അതിനു പകരം വിപരീതമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനും അവരോട് ബലപ്രയോഗം നടത്തുന്നതിനും പകരം അവരെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ തുടങ്ങി. പി ശ്രീനിവാസ് ഗ്രാമീണരുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് വീരപ്പൻ്റെ പ്രാദേശിക പിന്തുണാ സംവിധാനത്തെ സാരമായി തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ വിവരദായക ശൃംഖല അദ്ദേഹം സൃഷ്ടിച്ചു. അതിനായി ഗ്രാമവാസികൾക്കായി റോഡുകൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമീണ ജനങ്ങളും തമ്മിലുള്ള അകൽച്ച കുറച്ച് സൗഹൃദ മനോഭാവം ഉണ്ടാകാൻ മാരിയമ്മൻ ക്ഷേത്രം, കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കുന്നതിന് പുറമെ പാവപ്പെട്ടവർക്കായി 40 വീടുകളും നിർമ്മിച്ചു നൽകി. ഇതിനൊക്കെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിരുന്നതുവെങ്കിലും ശ്രീനിവാസ് തൻ്റെ ശമ്പളത്തിൽ നിന്നും പണം ചിലവാക്കി. ഈ സമയത്ത് അദ്ദേഹം പലർക്കും തൊഴിൽ ലഭ്യമാക്കി. അതിൽ വീരപ്പൻ്റെ സഹോദരി മാരിയും ഉൾപ്പെട്ടിരുന്നു. മാരിക്ക് ഒരു ഡിസ്പെൻസറിയിൽ അദ്ദേഹം ജോലി വാങ്ങി നൽകി. ഇതൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ പി ശ്രീനിവാസിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. വീരപ്പനെ പിടികൂടുന്നതിനായി വീരപ്പൻ്റെ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിച്ചുകൊണ്ട് വീരപ്പൻ്റെ വരവ് പോക്ക് ഉൾപ്പെടെയുള്ള ഓരോ നീക്കങ്ങളും ഇൻഫർമേഷനുകളും കളക്ട് ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ പി ശ്രീനിവാസ് വീരപ്പൻ്റെ ഗോപിനാഥ എന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറുകയും അവിടെ സ്വന്തമായി ഒരു പ്രാദേശിക ഇൻ്റലിജൻ്റ് ശൃംഖല വിജയകരമായി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെ വീരപ്പൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ നീക്കങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പി ശ്രീനിവാസിന് ലഭിക്കാൻ തുടങ്ങി. അദ്ദേഹം വീരപ്പനെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളും തയ്യാറാക്കി. എന്നാൽ മറുവശത്ത് വീരപ്പന് മടങ്ങിയിരുന്നില്ല. പി ശ്രീനിവാസൻ്റെ നീക്കങ്ങൾ വീരപ്പൻ്റെ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇൻഫോർമർമാർ പോലീസിൻ്റെ ജീപ്പിൽ സഞ്ചരിക്കുന്നത് വീരപ്പൻ്റെ ആളുകൾ കണ്ടു. ഈ വിവരം വീരപ്പന് ലഭിച്ചപ്പോൾ അവൻ ആ ഇൻഫോർമർമാരെയെല്ലാം നിഷ്കർണം കൊലപ്പെടുത്തുകയും അവരുടെ വെട്ടിയെടുത്ത തലയുമായി ഗ്രാമം മുഴുവൻ ചുറ്റുകയും ചെയ്തു. തന്നെക്കുറിച്ച് പോലീസ് ഇൻഫോം ചെയ്യുന്നവരുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഇതെല്ലാം കണ്ട് ജനങ്ങൾക്കിടയിൽ വീരപ്പനോടുള്ള ഭയം വീണ്ടും ശക്തമായി വേരുറച്ചു. അതിനുശേഷം വീരപ്പനുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പി ശ്രീനിവാസിന് ലഭിക്കാതെയായി. അങ്ങനെയിരിക്കെ തൻ്റെ ഭീകരത നിലനിർത്തിക്കൊണ്ട് തന്നെ 1990 വീരപ്പൻ മുത്തുലക്ഷ്മിയെ വിവാഹം കഴിച്ചു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 1990 ഫെബ്രുവരിയിൽ വീരപ്പൻ്റെ വലിയൊരു ചന്ദനക്കടത്ത് ഇടപാടിനെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇടപാട് നടക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ ഉടനെ തന്നെ പോലീസ് ആ പ്രദേശം 4 പാട് നിന്നും വളഞ്ഞു. പിടിയിലാകാതിരിക്കാൻ വീരപ്പന് തൻ്റെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്നു. ഈ ഓപ്പറേഷനിൽ ഏകദേശം 1.5 കോടി രൂപ വിലമതിക്കുന്ന ചന്ദനത്തടികൾ പോലീസ് കണ്ടെടുത്തു. ഈ നടപടിയിലൂടെ വീരപ്പന് കനത്ത നഷ്ടമുണ്ടാവുകയും പോലീസിനോട് അവനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റുകയും ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നു. ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം 1991 വീരപ്പൻ്റെ സഹോദരിയായിരുന്ന മാരി ആത്മഹത്യ ചെയ്യുന്നു. വീരപ്പനെക്കുറിച്ചുള്ള രഹസ്യ ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യുന്നതിനായി ഫോറസ്റ്റ് ഓഫീസറായ പി ശ്രീനിവാസനാണ് അവൾക്കൊരു ഡിസ്പെൻസറി ക്ലിനിക്കിൽ ഒരു ജോലി വാങ്ങി നൽകിയിരുന്നത്. ഈ ജോലി വാങ്ങി നൽകിയതിൻ്റെ പ്രതിഫലമായി സഹോദരനായ വീരപ്പൻ്റെ രഹസ്യങ്ങളും നീക്കങ്ങളും മറ്റ് ഇൻഫോർമേഷനുകളും സഹോദരിയായ ഈ മാരിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പി ശ്രീനിവാസനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അവളിന്മേൽ ചെലുത്തിയ സമ്മർദ്ദവും മാനസിക പീഡനങ്ങളുമാണ് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന അഭ്യൂഹങ്ങൾ പരന്നു തുടങ്ങിയിരുന്നു. അതിനാൽ സഹോദരിയുടെ ആത്മഹത്യയ്ക്ക് പി ശ്രീനിവാസനാണ് കാരണക്കാരനെന്ന് വീരപ്പൻ വിശ്വസിക്കാൻ തുടങ്ങി. തന്നെ മുമ്പ് അറസ്റ്റ് ചെയ്തതിലും തൻ്റെ ഇടപാടുകൾ തകർത്തതിലും ശ്രീനിവാസനോട് ഇതിനകം തന്നെ അവന് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ സഹോദരിയുടെ മരണത്തിന് പിന്നിലും പി ശ്രീനിവാസാണെന്ന വിശ്വാസം
വീരപ്പനുള്ളിൽ ശ്രീനിവാസനോട് അടങ്ങാത്ത പകയുടെ പ്രതികാരം ആളിക്കത്തി. അധികം താമസിക്കാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രതികാരം ചെയ്യാൻ വീരപ്പന് മികച്ചൊരു അവസരം ലഭിച്ചു. 1991 ജൂലൈയിൽ പി ശ്രീനിവാസന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ കാലാവധി ഏകദേശം അവസാനിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് നൽകിയിരുന്ന സുരക്ഷയും കുറച്ചു. ഇതൊരു നല്ല അവസരമായി കണ്ട് വീരപ്പൻ പി ശ്രീനിവാസനെതിരെ ഒരു പദ്ധതി തയ്യാറാക്കി. താൻ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അതിനായി തന്നെ കാട്ടിൽ വന്ന് തനിച്ച് കാണണമെന്നും അവൻ തൻ്റെ അനുജൻ അർജുനൻ മുഖേന ശ്രീനിവാസന് ഒരു സന്ദേശം നൽകി. ഇതെല്ലാം വീരപ്പൻ്റെ ഒരു കെണിയായിരുന്നുവെങ്കിലും പി ശ്രീനിവാസ് അതിൽ വീണു. വീരപ്പനെ കാണാൻ അദ്ദേഹം തനിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തിയ ഉടനെ തന്നെ വീരപ്പൻ അദ്ദേഹത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തല അറുത്തെടുത്ത് വീരപ്പൻ തൻ്റെ കൂട്ടാളികൾക്കൊപ്പം ഫുട്ബോൾ കളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം കണ്ട് രാജ്യം മുഴുവൻ നടുങ്ങിപ്പോയി. വീരപ്പൻ്റെ ക്രൂരതയുടെ കഥകൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പരക്കാൻ തുടങ്ങിയിരുന്നു. 2 സംസ്ഥാനങ്ങളിലെ പോലീസിനെയും വീരപ്പൻ ഒറ്റയ്ക്ക് വെള്ളം കുടിപ്പിച്ചിരുന്നു. ഈ 2 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോലീസ് നടപടി എടുക്കുമ്പോഴെല്ലാം വീരപ്പൻ അതിർത്തി കടന്ന് മറ്റേ സംസ്ഥാനത്തെ കാടുകളിൽ പോയി ഒളിക്കുമായിരുന്നു. ഇത് കാരണം പോലീസിന് അയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ കർണാടക, തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് 1992 ഒരു ജോയിൻറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. വീരപ്പനെ പിടികൂടാനുള്ള ചുമതല ഈ സേനയുടെ ജോയിൻറ്റ് ചീഫായ വാൾട്ടർ ദേവറാമിന് നൽകി. 1992 ഫെബ്രുവരിയിൽ വീരപ്പൻ്റെ താവളങ്ങളിൽ കർണാടക സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഓപ്പറേഷനിൽ വീരപ്പൻ്റെ വലങ്കൈയായ ഗുരുനാഥനെ വധിച്ചു. ഈ ഓപ്പറേഷനിൽ SI ഷക്കീൽ അഹമ്മദിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരത കൊണ്ടാണ് അത് സാധ്യമായത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം വീരപ്പൻ വെറുതെ ഇരുന്നില്ല. 3 മാസത്തിന് ശേഷം രാമപുരം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് നിരവധി പോലീസുകാരെ കൊലപ്പെടുത്തുകയും അവരുടെ ആയുധങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. വീരപ്പൻ ഇത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇതേ തുടർന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കർശന നടപടിയിലേക്ക് കടക്കുകയും വീരപ്പൻ്റെ എല്ലാ താവളങ്ങൾക്ക് ചുറ്റും വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് യാതൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇതേ സമയം വീരപ്പൻ പോലീസുകാരെ തൻ്റെ കെണിയിൽ കുടുക്കുന്നതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ചു. വീരപ്പൻ ആനക്കൊമ്പിൻ്റെ വലിയൊരു ഇടപാട് നടത്താൻ പോവുകയാണ് എന്ന തരത്തിൽ ഒരു വ്യാജ അഭ്യൂഹം പരത്തി. ഇതറിഞ്ഞ് 1992 ഓഗസ്റ്റ് 14 SP ഹരികൃഷ്ണയും SI ഷക്കീൽ അഹമ്മദും തങ്ങളുടെ സംഘത്തോടൊപ്പം വീരപ്പനെ പിടികൂടാൻ കാട്ടിലേക്കെത്തി. ഇവിടെ വച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം വീരപ്പൻ അവരെ പതിയിരുന്ന് ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ SP ഹരികൃഷ്ണ, SI ഷക്കീൽ അഹമ്മദ് എന്നിവരുൾപ്പെടെ 5 പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വീരപ്പൻ പോലീസുകാരുടെ മേൽ ഒരു ദുരന്തമായി പെയ്തിറങ്ങുകയായിരുന്നു. പോലീസ് വീരപ്പനെ പിടികൂടാൻ പോവുകയും എന്നാൽ അവർ വീരപ്പൻ്റെ കെണിയിൽ കുടുങ്ങി സ്വയം അയാളുടെ ഇരയായി മാറുകയുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീരപ്പന് തലവേദനയായി മാറിയത് K ഗോപാലകൃഷ്ണൻ എന്ന IPS ഉദ്യോഗസ്ഥനായിരുന്നു. വീരപ്പന് കാട്ടിലൊരു സ്വൈര ജീവിതം നയിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. കാട്ടിനുള്ളിൽ നിരന്തരം വീരപ്പൻ്റെ താവളം കണ്ടുപിടിക്കാനുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇതിൽ കലിപൂണ്ട വീരപ്പൻ IPS ഉദ്യോഗസ്ഥകാരനായ K ഗോപാലകൃഷ്ണനെയാണ് അടുത്ത് ലക്ഷ്യമിട്ടത്. 1993 വീരപ്പൻ കൊളർത്തൂർ ഗ്രാമത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ച് ചുണയുണ്ടെങ്കിൽ തന്നെ പിടികൂടാൻ അവൻ ഗോപാലകൃഷ്ണനെ പരസ്യമായി വെല്ലുവിളിച്ചു. ഈ വാർത്ത പ്രദേശത്താകെ കോളിളക്കം സൃഷ്ടിച്ചു. വീരപ്പൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഗോപാലകൃഷ്ണൻ തൻ്റെ സംഘത്തോടൊപ്പം വീരപ്പനെ പിടികൂടാൻ കാട്ടിലേക്ക് തിരിച്ചു. അവനോടൊപ്പം 15 ഇൻഫോർമർമാരും 2 ഫോറസ്റ്റ് ഗാർഡുകളും 5 പോലീസുകാരും മറ്റൊരു ബസ്സിൽ ഗോപാലകൃഷ്ണൻ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ തൊട്ടു മുന്നിലായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. വീരപ്പൻ ഇവരുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീരപ്പൻ വഴിയിൽ നേരത്തെ തന്നെ കുഴിബോംബുകൾ സ്ഥാപിച്ചിരുന്നു. ബസ് പാലാർ പാലത്തിനടുത്ത് എത്തിയ ഉടനെ തന്നെ വലിയൊരു സ്ഫോടനത്തോടെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി അത് തകർക്കപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന 22 പേരും അതിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ആ ബസ്സിന് തൊട്ടു പിന്നിലെ മറ്റൊരു ബസ്സിൽ ഫുട്ബോളിൽ നിൽക്കുകയായിരുന്ന ഗോപാലകൃഷ്ണൻ ഈ സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ അദ്ദേഹം പുറത്തേക്ക് തെറിച്ചു വീണു. സ്ഫോടനത്തിൻ്റെ ആഘാതത്താൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാർക്ക് 9 ശസ്ത്രക്രിയകൾ ഗോപാലകൃഷ്ണൻ്റെ ശരീരത്തിൽ നടത്തേണ്ടി വരികയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം പോലീസ് ഭരണ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നമുയർന്നു.
അതിനാൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തങ്ങളുടെ ഓപ്പറേഷനുകൾ കൂടുതൽ ഊർജിതമാക്കുകയും വീരപ്പൻ്റെ ഗ്രാമങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ 1993 മെയ് മാസത്തിൽ പോലീസ് അയാളുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ഭർത്താവിനെ സഹായിച്ചു എന്ന കുറ്റത്തിന് ഭാര്യ മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ വിട്ടയച്ചു. വീരപ്പൻ്റെ ഭാര്യയെ വിട്ടയച്ചു എങ്കിലും ഇതിനിടയിൽ വീരപ്പനെയും സംഘത്തെയും പിടികൂടാൻ തമിഴ്നാട് സർക്കാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനോടൊപ്പം BSFനെയും നിയോഗിച്ചു. അതേ തുടർന്ന് 1993 ജൂലൈയിൽ വനമേഖലയിൽ നടത്തിയ ഓപ്പറേഷനിൽ വീരപ്പൻ്റെ 19 കൂട്ടാളികളെ BSF അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിനു ശേഷം 1993 ഓഗസ്റ്റിൽ BSFും വീരപ്പൻ്റെ സംഘാംഗങ്ങളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി. ഇതിൽ വീരപ്പൻ്റെ സംഘത്തിലെ 18 പേർ കൊല്ലപ്പെട്ടു. ഈ ഏറ്റുമുട്ടലിൽ 3 BSF ജവാന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനുശേഷവും വർഷങ്ങളോളം ഈ അവസ്ഥ തുടർന്നു. ചിലപ്പോൾ പോലീസ് വീരപ്പൻ്റെ സംഘാംഗങ്ങളെ വധിക്കും, മറ്റു ചിലപ്പോൾ വീരപ്പൻ പോലീസിനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കും. എത്ര കഠിനമായി ശ്രമിച്ചിട്ടും വീരപ്പനെ പിടികൂടുക എന്നത് പോയിട്ട് അയാളുടെ രോമത്തിൽ തൊടാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. 2 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി പോലും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സാമ്രാജ്യമായിരുന്നു അവൻ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരുന്നത്. പിന്നെ വീരപ്പൻ്റെ തൻ്റെ പണവും സ്വാധീനവും ഭീഷണിയും ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരുടെ പ്രീതി നേടാനായി അവരുമായിട്ടുള്ള ബന്ധം വളർത്താൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രമുഖ വ്യക്തികളെയും തട്ടിക്കൊണ്ടു പോകാനും അവരെ വിട്ടയക്കുന്നതിന് പകരമായി സർക്കാരിനെ കൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാനും അവൻ തുടങ്ങി. ഇതിൻ്റെ തുടർച്ചയെന്നോണം 1997 ജൂലൈ 13 വെറുതെ വനത്തിൽ വച്ച് 10 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. അവരെ വിട്ടയക്കുന്നതിന് പകരമായി സർക്കാരിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ മാപ്പ് അപേക്ഷിക്കണമെന്ന് വീരപ്പൻ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും സർക്കാരുമായുള്ള ചർച്ചകൾക്കൊടുവിൽ 7 ആഴ്ചകൾക്ക് ശേഷം വീരപ്പൻ അവരെ വിട്ടയച്ചു. ഇതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം 1997 ഒക്ടോബർ 8 കാട്ടിൽ ചിത്രീകരണത്തിനായി പോയ കൃപാൾ, സേനാനി എന്നീ 2 വൈൽഡ് ലൈഫ് ഫിലിം മേക്കർമാരെ വീരപ്പൻ്റെ സംഘം തട്ടിക്കൊണ്ടുപോയി. വീരപ്പന് അവരുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ഇരുവരും പോലീസിൻ്റെ ഇൻഫോർമർമാരാണെന്ന് അവൻ സംശയിച്ചു. അതിനാൽ 10 ദിവസത്തോളം അവൻ അവരെ തൻ്റെ പക്കൽ തടഞ്ഞു വച്ചു. പിന്നീട് തൻ്റെ സംശയം മാറിയപ്പോൾ അവൻ ഇരുവരെയും വിട്ടയച്ചു. പിന്നീട് ഇരുവരും വീരപ്പനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. അവർ പറയുന്നതനുസരിച്ച് വീരപ്പന് വന്യമൃഗങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. വർഷങ്ങളായി കാട്ടിനുള്ളിൽ താമസിച്ചിരുന്നതിനാൽ ഏത് മൃഗത്തിൻ്റെയും അതിൻ്റെ കാൽച്ചുവടുകളുടെ ശബ്ദം വച്ച് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കൂടാതെ പല മൃഗങ്ങളുടെയും ശബ്ദം അനുകരിക്കാനും വീരപ്പന് കഴിയുമായിരുന്നു. വീരപ്പൻ്റെ മതപരമായ ചില ശീലങ്ങൾ കാരണം കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും മാംസം അദ്ദേഹം കഴിക്കുമായിരുന്നില്ല. അതുകൂടാതെ തൻ്റെ ഭീകരത നിലനിർത്തുന്നതിനായി അവൻ ഇടയ്ക്കിടെ തൻ്റെ കുറ്റകൃത്യങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ കാട്ടിന് പുറത്തേക്ക് അയക്കുമായിരുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ കഴിയാത്തത്ര ക്രൂരനായ ഒരു കൊള്ളക്കാരനും കള്ളക്കടത്തുകാരനുമായിരുന്നു വീരപ്പൻ. ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ അവന് വല്ലാത്തൊരു ആവേശമായിരുന്നു. തൻ്റെ കുറ്റകൃത്യങ്ങളിലൂടെ അവൻ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ 2000-ൽ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സിനിമാ നടൻ രാജ്കുമാറെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി വീരപ്പൻ ഇന്ത്യയിലൊട്ടാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഈ തട്ടിക്കൊണ്ടുപോകൽ ജനങ്ങളെ അമ്പരിപ്പിക്കുന്നതിനോടൊപ്പം കർണാടക സർക്കാരിന് മേലുള്ള സമ്മർദ്ദവും വർദ്ധിപ്പിച്ചു. വീരപ്പൻ്റെ പല ആവശ്യങ്ങളും അംഗീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. രാജ്കുമാറിനെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള ചർച്ചകളിൽ തമിഴ് മാഗസീനായ നക്കീരൻ്റെ എഡിറ്റർ ആർ ഗോപാൽ വലിയ പങ്കുവഹിച്ചു. അദ്ദേഹം വീരപ്പനുമായി പലതവണ ചർച്ചകൾ നടത്തി. അതിൽ വീരപ്പൻ തൻ്റെ പല ആവശ്യങ്ങളും മുന്നോട്ട് വച്ചു. വീരപ്പൻ തമിഴ്നാടും കർണാടകവുമായും തമ്മിൽ നിലനിൽക്കുന്ന കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും അതിനോടൊപ്പം തമിഴ് ഭാഷയെ കർണാടകയിലെ 2ാമത്തെ ഔദ്യോഗിക ഭാഷയാക്കണമെന്നും അവൻ ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ജയിലുകളിലുള്ള തൻ്റെ നിരവധി കൂട്ടാളികളെ വിട്ടയക്കാനും 1000 കോടി രൂപ മോചനദ്രവ്യം നൽകാനും അവൻ സമ്മർദ്ദം ചെലുത്തി. വീരപ്പൻ്റെ 10-ലധികം വരുന്ന ആവശ്യങ്ങളിൽ ചിലത് ഇന്നേ വരെ പുറത്തുവിട്ടിട്ടില്ല. ആ സമയത്ത് ഈ വിഷയം എത്രത്തോളം വിവാദവും ചർച്ചയാവുകയും ചെയ്തു എന്നാൽ അന്നത്തെ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയ്ക്ക് തമിഴ്നാട് സന്ദർശിക്കേണ്ടി വരികയും വീരപ്പൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധിയുമായി ചർച്ചകൾ നടത്തേണ്ടി വരികയും ചെയ്തു.
കഠിനമായ പരിശ്രമങ്ങൾക്കൊടുവിൽ 108 ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ രാജ്കുമാറിനെ മോചിപ്പിച്ചു. രാജ്കുമാറിനെ മോചിപ്പിക്കുന്നതിനായി കർണാടക സർക്കാരിന് വീരപ്പന് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വന്നതായി അന്ന് കർണാടക DGP ആയിരുന്ന C. ദിനകർ പിന്നീട് തൻ്റെ വീരപ്പൻ പ്രൈസ് ക്യാഷ് രാജ്കുമാർ എന്ന പുസ്തകത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ രാജ്കുമാറിൻ്റെ കുടുംബം ഇത് നിഷേധിച്ചു. ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്തായാലും പ്രശസ്തരായ വ്യക്തികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വീരപ്പൻ തുടർന്നുകൊണ്ടേയിരുന്നു. രാജ്കുമാർ സംഭവത്തിന് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം 2002 ഓഗസ്റ്റ് 25-ന് കർണാടക മുൻ മന്ത്രി H. നാഗപ്പയെ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ കാമഗരയിൽ നിന്ന് വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. 1996 മുതൽ 1999 വരെ കർണാടകയിലെ കാർഷിക വിപണന മന്ത്രിയായിരുന്നു നാഗപ്പ. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതിലൂടെ വീരപ്പൻ വീണ്ടും പോലീസിൻ്റെ ഉറക്കം കെടുത്തി. നാഗപ്പയെ മോചിപ്പിക്കുന്നതിനായി കർണാടക തമിഴ്നാട് സർക്കാരുകളുടെ ജോയിൻറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് കേരള പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വന്നു. ഇത്തവണ വീരപ്പനുമായി ചർച്ചകൾ നടത്തുന്നതിന് പകരം നാഗപ്പയെ മോചിപ്പിക്കാൻ പോലീസ് നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ പോലീസിൻ്റെ പദ്ധതികൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. നാഗപ്പയെ മോചിപ്പിക്കാനോ വീരപ്പനെ അറസ്റ്റ് ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. മറുവശത്ത് പോലീസിൻ്റെ ഈ നിലപാടിൽ വീരപ്പൻ കടുത്ത ദേഷ്യത്തിലായിരുന്നു. അതിനാൽ സർക്കാർ താനുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് മനസ്സിലായ വീരപ്പൻ നാഗപ്പയെ കൊലപ്പെടുത്തി കാട്ടിലുപേക്ഷിച്ചു. ഈ സംഭവം ദക്ഷിണേന്ത്യയെ ഒന്നാകെ വീണ്ടും ഞെട്ടിച്ചു. കർണാടക തമിഴ്നാട് സംയുക്ത ടാസ്ക് ഫോഴ്സിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. അവരുടെ പ്രവർത്തന രീതികൾ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങുകയും വീരപ്പനെ എത്രയും വേഗം പിടികൂടാനുള്ള സമ്മർദ്ദം അവരിന്മേൽ വർദ്ധിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം വീരപ്പനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്കുള്ള പാരിതോഷികം കർണാടക സർക്കാർ 5 കോടി രൂപയായി ഉയർത്തി. ഈ തുക ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാൻ പ്രഖ്യാപിച്ച പാരിതോഷികത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും വലിയ തുകയായിരുന്നു ഇത്. ആദ്യം ആനകളെ വേട്ടയാടിയും പിന്നീട് ചന്ദനത്തടി കടത്ത് നടത്തിയും അതിനുശേഷം പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയും വീരപ്പൻ കുപ്രസിദ്ധി ആർജിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങളും അവനെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. അവനിൽ നിന്ന് ഒരു മോചനം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. കർണാടക തമിഴ്നാട് സർക്കാരുകൾക്ക് വീരപ്പൻ നേരത്തെ തന്നെ ഒരു വലിയ തലവേദനയായിരുന്നു. അതിനാൽ അവനെ എത്രയും വേഗം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനാൽ 2003-നും 2004-നും ഇടയിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നയിക്കാനുള്ള ചുമതല IPS ഉദ്യോഗസ്ഥനായ K. വിജയകുമാറിനെ ഏൽപ്പിച്ചു. വിജയകുമാർ വളരെ പരിചയസമ്പന്നനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ കാടുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം IPS ഉദ്യോഗസ്ഥനായ NK സെന്താമരക്കണ്ണനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി നിയമിച്ചു. വീരപ്പനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് മുഖ്യമന്ത്രി ജയലളിത പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഇതിനുശേഷം വിജയകുമാർ വീരപ്പനുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. ഇത്തവണ യാതൊരു അബദ്ധവും വരുത്താൻ അവർ തയ്യാറായിരുന്നില്ല. അതിനാൽ ഈ തയ്യാറെടുപ്പുകൾക്കെല്ലാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ഏകദേശം 10 മാസത്തോളം സമയമെടുത്തു. അവർ ആദ്യം വീരപ്പൻ്റെ ലഭ്യമായ എല്ലാ വീഡിയോകളും വളരെ സസൂക്ഷ്മം പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർക്ക് അതിൽ നിന്ന് വലിയൊരു സൂചന ലഭിക്കുകയും ചെയ്തു. വീരപ്പൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് വിവരങ്ങൾ കൂട്ടിയിണക്കാൻ വിജയകുമാർ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വിജയകുമാർ ഒരു വീഡിയോ ശ്രദ്ധിച്ചത്. ആ വീഡിയോയിൽ വീരപ്പൻ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നാൽ കാഴ്ചക്കുറവ് കാരണം അത് വായിക്കാൻ വീരപ്പൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വിജയകുമാർ തൻ്റെ ഇൻഫോർമർമാർ വഴി ഈ വിവരം സ്ഥിരീകരിച്ചപ്പോൾ വീരപ്പന് തിമിരം ബാധിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ അതിന് ചികിത്സ തേടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മനസ്സിലായി. വർഷങ്ങളായി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വീരപ്പൻ്റെ നിരവധി ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം കഴിഞ്ഞ 10 മാസമായി വിജയകുമാർ നടത്തിയ പ്രത്യേക ഓപ്പറേഷൻ വീരപ്പൻ്റെ ബിസിനസ്സിനെയും സംഘത്തെയും വളരെയധികം തകർത്തിരുന്നു. അതിനാൽ നല്ലൊരു അവസരം നോക്കി വീരപ്പൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പദ്ധതിയിടുകയായിരുന്നു. ഇത്തവണ വീരപ്പനെ പിടികൂടാൻ അവൻ്റെ സംഘത്തിലെ ചിലരെ തന്നെ തങ്ങളുടെ കൂടെ ചേർക്കേണ്ടതുണ്ടെന്ന് സെന്താമരക്കണ്ണനും വിജയകുമാറിനും അറിയാമായിരുന്നു. സെന്താമരക്കണ്ണൻ ഈ ദൗത്യത്തിൽ മുഴുകുകയും നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം വീരപ്പൻ്റെ സംഘത്തിലെ 2 പേരെ പോലീസിൻ്റെ രഹസ്യ വിവരദായകരാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഇതിൽ ഒരു വിവരദായകൻ കാട്ടിൽ വീരപ്പനോടൊപ്പം തന്നെ താമസിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു.
രണ്ടാമൻ വീരപ്പൻ്റെ കാട്ടിന് പുറത്തുള്ള ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ആളും. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് കൈകോർത്ത ഉടനെ തന്നെ അവർ വീരപ്പനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സെന്താമരക്കണ്ണന് കൈമാറാൻ തുടങ്ങി. ആദ്യത്തെ വിവരദായകൻ കാട്ടിൽ നിന്ന് വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ രണ്ടാമനെ അറിയിക്കുകയും രണ്ടാമൻ ആ വിവരങ്ങൾ സെന്താമരക്കണ്ണന് കൈമാറുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് വീരപ്പൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ വിവരദായകരെ ഉപയോഗിച്ച്, പ്രത്യേകിച്ചും കാട്ടിൽ വീരപ്പനോടൊപ്പം താമസിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ വിവരദായകൻ വഴി വീരപ്പൻ്റെ കണ്ണിലെ തിമിരം വേഗം ചികിത്സിക്കണമെന്നും അതിനുള്ള സൗകര്യങ്ങൾ ആരും അറിയാതെ താൻ ഒരുക്കാം എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ വിവരദായകൻ വീരപ്പനോട് ചികിത്സയ്ക്കുള്ള പ്രോത്സാഹനം നൽകുന്നു. വീരപ്പൻ കാട്ടിൽ നിന്ന് പുറത്തു വരുന്ന ദിവസത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാനുള്ള ചുമതല സെന്താമരക്കണ്ണൻ കാട്ടിനുള്ളിലെ ആദ്യത്തെ വിവരദായകനെ ഏൽപ്പിച്ചു. ഇതിനായി അയാൾക്ക് ഒരാഴ്ചത്തെ സമയമെടുത്തു. എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം അയാൾ രണ്ടാമത്തെ വിവരദായകനോട് വിവരങ്ങൾ അറിയിക്കുന്നതിനായി ഒരു ചായക്കടയിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. 2004 ഒക്ടോബർ 16 ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഒക്ടോബർ 16 ആ വിവരദായകർ ആ ചായക്കടയിൽ ഒത്തുചേർന്നു. അപ്പോൾ സെന്താമരക്കണ്ണൻ തൻ്റെ രഹസ്യ വാഹനത്തിൽ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചായ കുടിക്കുന്ന വ്യാജേന ഒന്നാമത്തെ വിവരദായകൻ രണ്ടാമത്തെ വിവരദായകനോട് പറഞ്ഞു, അണ്ണൻ വീരപ്പൻ നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 18 ചികിത്സയ്ക്കായി കാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. സേലത്തെ ഒരു ആശുപത്രിയിലാണ് അയാൾ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിവരം പോലീസ് അറിയാൻ പാടില്ലെന്ന് അയാൾക്ക് നിർബന്ധമുള്ളതിനാൽ ഓരോ കാര്യവും അയാൾ പലതവണ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും വിവരദായകൻ പറഞ്ഞു. കൂടാതെ വീരപ്പനോടൊപ്പം ആയുധധാരികളായ ചില ആളുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കൂടുതൽ ആളുകൾ ഇരിക്കാൻ കഴിയുന്ന വലിയൊരു വാഹനമാണ് അദ്ദേഹം അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് അയാൾ കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ വിവരദായകൻ ഈ വിവരങ്ങളെല്ലാം രഹസ്യ വാഹനത്തിൽ കാത്തിരിക്കുകയായിരുന്ന സെന്താമരക്കണ്ണന് കൈമാറുകയും അദ്ദേഹം അത് തൻ്റെ മേലധികാരിയായ വിജയകുമാറിനെ അറിയിക്കുകയും ചെയ്തു. വിജയകുമാറിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിരുന്നു ഇത്. കാരണം കൊടുങ്കാറ്റിനുള്ളിൽ വച്ച് വീരപ്പനെ പിടികൂടുക എന്നത് ഏതാണ്ട് അസാധ്യമാണെന്ന് അവർക്കും നന്നായി അറിയാമായിരുന്നു. അതിനാൽ വീരപ്പൻ കാട്ടിൽ നിന്ന് പുറത്തു വരുന്ന ആ ദിവസം തന്നെ അയാളുടെ ജീവിതത്തിലെ അവസാന ദിവസമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തങ്ങളുടെ ആസൂത്രണങ്ങളിൽ മുഴുകി. വീരപ്പനെ കണ്ണിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് ഉപയോഗിക്കാമെന്ന് പദ്ധതി തയ്യാറാക്കുന്നു. വീരപ്പനെ ആംബുലൻസ് വരെ എത്തിക്കാനുള്ള ചുമതല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വിവരദായകനെ ഏൽപ്പിച്ചു. ആർക്കും സംശയം തോന്നിപ്പിക്കാതെയും പോലീസ് ചെക്കിംഗ് ഇല്ലാതെയും സുരക്ഷിതമായി പോകാൻ കഴിയുന്നത് ആംബുലൻസ് ആണെന്നും അത് സേലത്തെ ആശുപത്രിയിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അയാൾ വീരപ്പനെ വിശ്വസിപ്പിച്ചു. വീരപ്പന് എല്ലാം സാധാരണമായി തോന്നാനും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പദ്ധതിയെക്കുറിച്ച് യാതൊരു സംശയവും തോന്നാതിരിക്കാനും വീരപ്പനും ആയുധധാരികളായ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അംഗബലങ്ങളോടെ സുരക്ഷ ഫീൽ ചെയ്യിപ്പിക്കാനായിരുന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആംബുലൻസ് തയ്യാറാക്കിയത്. എന്നാൽ തിടുക്കത്തിൽ ആംബുലൻസിൽ സേലം എന്നെഴുതിയതിൻ്റെ സ്പെല്ലിങ് തെറ്റായാണ് എഴുതിയിരുന്നത്. ഇത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയായിരുന്നു. എങ്കിലും ഭാഗ്യവശാൽ വീരപ്പൻ്റെയോ കൂട്ടാളികളുടെയോ ശ്രദ്ധ ഈ തെറ്റിലേക്ക് പോയില്ല. ഈ ദൗത്യത്തെ ഓപ്പറേഷൻ കൊക്കൂൺ എന്നാണ് പേരിട്ടിരുന്നത്. ഇത് ആംബുലൻസിൻ്റെ കോഡ് നാമമായിരുന്നു. ചികിത്സയുടെ പേരിൽ വീരപ്പനെ ആംബുലൻസിൽ കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ആംബുലൻസ് ആരോടിക്കും എന്നതിലായിരുന്നു ഇനിയുള്ള വെല്ലുവിളി. അതിനാൽ വിജയകുമാറും സെന്താമരക്കണ്ണനും ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കമാൻഡോകളുടെയും ഒരു മീറ്റിംഗ് നടത്തി. ആംബുലൻസിൻ്റെ ഡ്രൈവറും സഹായിയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ തന്നെ 2 രഹസ്യ ഏജന്റുമാരായിരിക്കുമെന്ന് ആ യോഗത്തിൽ തീരുമാനിച്ചു. ഇതേസമയം സേലത്തെ ആശുപത്രിയിലെ തിമിര ശസ്ത്രക്രിയയും അനുബന്ധ കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ കെണിയാണെന്ന് തിരിച്ചറിയാതെ വീരപ്പൻ തൻ്റെ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച മെച്ചപ്പെടുത്തി വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. തിമിര ശസ്ത്രക്രിയയ്ക്കായി കാട് വിട്ട് പുറത്തു പോകുന്നതിൻ്റെ മുന്നോടിയായി വീരപ്പൻ തൻ്റെ ഐഡൻറ്റിറ്റിയായ കൊമ്പം മീശ മുറിച്ചുമാറ്റി. തുടർന്ന് 2004 ഒക്ടോബർ 18 രാത്രി തമിഴ്നാട്ടിലെ കാട്ടിലെ പിക്കിലി കുന്നുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ആയുധധാരികളായ വീരപ്പൻ്റെ വിശ്വസ്തരായ സേതുകുളി ഗോവിന്ദൻ, ചന്ദ്ര ഗൗഡർ, സേതുമണി എന്നീ 3 കൂട്ടാളികളൊപ്പം വീരപ്പൻ ആംബുലൻസിൽ കയറി. തമിഴ്നാട്ടിലെ പാടിയിൽ ധർമ്മപുരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ
പപ്പാരപ്പട്ടിയിലേക്കുള്ള റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന 7th ഡേ മെട്രിക്കുലേഷൻ സ്കൂൾ പരിസരത്ത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ കമാൻഡോകൾ കരിമ്പ് കയറ്റിയ ഒരു ട്രക്കിൻ്റെയും ലോറിയുടെയും മറവിൽ ഒളിച്ച് തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു. മറ്റ് 6 കമാൻഡോകൾ തങ്ങളുടെ AK-47 തോക്കുകളുമായി ആ സ്കൂളിൻ്റെ ടെറസിന് മുകളിൽ തയ്യാറായി നിന്നു. അതേസമയം സെന്താമരക്കണ്ണൻ ഒരു വാനിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ഇതേസമയം വീരപ്പനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവരുടെ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായ ഉടനെ തന്നെ ഡ്രൈവർ ആദ്യം വാഹനത്തിലെ നീല വെളിച്ചം ഓൺ ചെയ്തു. അതിനുശേഷം മുന്നിലെ ഫോഗ് ലാമ്പുകൾ തെളിയിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു രഹസ്യ കോഡായിരുന്നു. വാഹനത്തിൽ വീരപ്പനെ കൂടാതെ മറ്റാളുകൾ ഉണ്ടെന്നും അവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടെന്നുമായിരുന്നു ഇതിനർത്ഥം. ഈ സിഗ്നൽ കണ്ടയുടൻ ഓഫീസർ സെന്താമരക്കണ്ണൻ വേഗത്തിൽ ഓടുകയും തംസപ്പ് കാണിച്ചുകൊണ്ട് വിജയ്കുമാറിനെയും ബാക്കിയുള്ള സംഘാംഗങ്ങളെയും ജാഗരൂകരാക്കുകയും ചെയ്തു. ആംബുലൻസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള അടുത്തേക്ക് എത്തിയ ഉടനെ തന്നെ മുമ്പ് നിശ്ചയിച്ചിരുന്നത് പോലെ ഫോഴ്സിലെ കമാൻഡോകൾ ഒരു ട്രക്ക് ഉപയോഗിച്ച് വഴി തടഞ്ഞു. ഇതിനിടയിൽ ആംബുലൻസിൻ്റെ ഡ്രൈവർ ശരവണൻ പെട്ടെന്ന് ശക്തമായി ബ്രേക്ക് ചവിട്ടി. ആംബുലൻസിലുണ്ടായിരുന്ന വീരപ്പനും കൂട്ടാളികൾക്കും ശക്തമായ ആഘാതം ഏൽപ്പിക്കാനും അവർക്ക് സമനില തെറ്റി പരസ്പരം വീഴാനും വേണ്ടിയായിരുന്നു ഇത് ചെയ്ത ഉടനെ തന്നെ ആ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറും സഹായിയായിരുന്ന വെള്ളദുരയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ആ 2 കമാൻഡോകളും വേഗത്തിൽ ആംബുലൻസിൽ നിന്ന് ചാടിയിറങ്ങി തങ്ങളുടെ കമാൻഡോ സംഘത്തോടൊപ്പം ചേർന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വീരപ്പന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അനൗൺസ്മെൻറ്റ് നടത്തി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വീരപ്പന് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനാൽ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവനും 3 കൂട്ടാളികളും പോലീസിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ശക്തമായി തിരിച്ചടിച്ചു. വെറും 20 മിനിറ്റിനുള്ളിൽ 338 റൗണ്ട് വെടിവയ്പ്പാണ് ആംബുലൻസിന് നേരെ ഉണ്ടായത്. ഈ വിവേചനരഹിതമായ വെടിവയ്പ്പിൽ വീരപ്പനും അവൻ്റെ 3 കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞതോടെ തമിഴ്നാട്, കർണാടക സർക്കാരുകൾക്ക് വലിയൊരു ആശ്വാസമായി. അവരുടെ ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വീരപ്പൻ്റെ മരണം ജനങ്ങൾക്കിടയിലും വലിയ ആഘോഷത്തിന് കാരണമായി. വീരപ്പൻ്റെ ഗ്രാമവാസികൾ പടക്കം പൊട്ടിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ഈ വിവരം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ലഭിച്ചപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പിന്നീട് ഓപ്പറേഷൻ കൊക്കൂൺ വിജയകരമാക്കുന്നതിൽ പങ്കെടുത്ത എല്ലാ ധീര ജവാന്മാർക്കും തമിഴ്നാട് സർക്കാർ അവരുടെ ധീരതയ്ക്കുള്ള ആദരം നൽകി. വീരപ്പൻ്റെ മരണശേഷവും പല വിവാദങ്ങൾ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. വീരപ്പൻ്റെ ക്രിമിനൽ സാമ്രാജ്യം വളർത്തുന്നതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചിലർക്കും വലിയ പങ്കുണ്ടായിരുന്നുവെന്നും അഴിമതിക്കാരായ ചില പോലീസുകാർ വഴി അവന് രഹസ്യ വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നതിനാൽ പലപ്പോഴും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും വീരപ്പൻ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടിരുന്നുവെന്നും അതിനാലാണ് വീരപ്പന് കാട്ടിനുള്ളിൽ ഇത്രയും വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നത് എന്നുള്ള വിമർശനങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും വീരപ്പനെ പിടികൂടാൻ കർണാടക, തമിഴ്നാട് സർക്കാരുകൾക്ക് 20 വർഷത്തിനുള്ളിൽ 220 കോടി രൂപ ചെലവഴിക്കേണ്ടി വന്നു. എന്നിട്ടും കുപ്രസിദ്ധനും തന്ത്രശാലിയുമായ വീരപ്പൻ എന്ന ആ കാട്ടുകൊള്ളക്കാരനെ കൊല്ലുകയല്ലാതെ ജീവനോടെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തവും അറിവ് നിറഞ്ഞതും ജിജ്ഞാസ നിറഞ്ഞ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ, signing off.